ഗബ്രി വന്നതോടെ ജാസ്മിൻ നല്ല ഉഷാറായിട്ടുണ്ട്. രണ്ടുപേരും ഇരുന്ന് സംസാരിക്കുകയാണ്. അതിനിടയ്ക്ക് ജാസ്മിൻ എന്തോ പറയാൻ പോയി, എന്നിട്ട് പകുതി വെച്ച് നിർത്തി. ഈ ഒന്നുമില്ലടാ ഒന്നുമില്ലെന്ന് പറഞ്ഞു. ഉടനെ ഗബ്രി, ഇതാണ് എനിക്ക് നിന്റെ ഇഷ്ടമല്ലാത്ത സ്വഭാവം, എന്തെങ്കിലും പറഞ്ഞു വന്നാൽ അത് കംപ്ലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെ പറയാൻ നിൽക്കരുത് എന്നൊക്കെ പറയുന്നു. ഉടനെ ജാസ്മിൻ പറയാണ്, വേറൊന്നുമില്ലടാ, നീ പോയപ്പോൾ ഞാൻ കുറേ വിഷമിച്ചു. ഞാൻ ഒറ്റപ്പെട്ട പോലെ. ഇപ്പോൾ ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ, നമുക്ക് പല ഫ്രണ്ട്സ്, അവരുമായിട്ട് നമുക്കൊരു കോണ്ടാക്റ്റ് ഉണ്ടാവുമല്ലോ. നിൻ്റെ ആണെങ്കിൽ എനിക്ക് ഒന്നുമില്ല. ജാസ്മിൻ ഇങ്ങനെയാണ് പറയുന്നത്, നിൻ്റെ ആണെങ്കിൽ എനിക്ക് ഒന്നുമില്ല. ഇനി കോണ്ടാക്ട് നമ്പറാണോ ഉദ്ദേശിക്കുന്നത്, എന്താണോ ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. ചിലപ്പോൾ ഇനി മാല എടുത്തുകൊണ്ട് പോയ, ചിലപ്പോൾ അത്തായും ഉമ്മായും ഒക്കെ വന്ന് മാലയും ആ ഫോട്ടോയൊക്കെ എടുത്തുകൊണ്ട് പോകുന്നതായിരിക്കും. അതായത് ഗബ്രിയെക്കുറിച്ച് ഓർത്ത് കരയാനും വിഷമിക്കാനും ഒരു സാധനം ഇല്ലെന്നായിരിക്കും ഉദ്ദേശിച്ചത്. നിൻ്റെ ആണെങ്കിൽ എനിക്ക് ഒന്നുമില്ല. എന്നിട്ടും ഒരു ദിവസം ഞാൻ എത്ര പ്രാവശ്യം നിന്നെ ഓർക്കുമെന്ന് എനിക്കറിയാവോ? അത് നിന്നോട് പറഞ്ഞ് മനസ്സിലാക്കി തരാനൊന്നും എനിക്കറിയില്ല. അത്രയും തവണ ഞാൻ നിന്നെക്കുറിച്ച് ഓർക്കും. രശ്മിൻ ഉള്ളപ്പോൾ പോലും, രശ്മിൻ ഉണ്ടായിട്ട് ഞാൻ അത്രയും നിന്നെക്കുറിച്ച് ഓർക്കുമായിരുന്നു. അതുപോലെ രശ്മിൻ പോയപ്പോഴത്തേക്കും ഞാൻ കരഞ്ഞില്ല, അത് നീ കണ്ടായിരുന്നു? ഞാൻ കരഞ്ഞില്ലടാ, അത് ഭയങ്കര അടിപൊളിയായിരുന്നു ആ സീൻ, നീ കാണണമായിരുന്നു, ഞാൻ പിടിച്ചു വെച്ചു എന്നൊക്കെ. അപ്പോൾ ഗബ്രി പറയുന്നുണ്ട്, അങ്ങനെ വേണം, അതാണ് ഒരു വിന്നിങ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, കരയാൻ പാടില്ല, സ്ട്രോങ് ആയിട്ട് നിൽക്കണമെന്ന്. ഉടനെ ജാസ്മിൻ പറയുന്നു, ഇപ്പം നീ കാണാറില്ലേ, ഞാനിപ്പോൾ കരയാറില്ലല്ലോ, നീ ശ്രദ്ധിച്ചില്ലേ, ഞാനിപ്പോൾ ഒന്നിനും കരയാറില്ലല്ലോ, അതാണ് വേണ്ടത് എന്നൊക്കെ ഇങ്ങനെ ഗബ്രി പറയാണ്. രശ്മിനും കൂടി പോയി കഴിഞ്ഞപ്പോൾ ഞാൻ തെണ്ടിപ്പോയടാ, ഞാൻ ഇവിടെ ആകെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു, ഇതാണെന്നൊക്കെ ഇങ്ങനെ ഗബ്രിയോട് ഇരുന്ന് പറയാണ്. ഗബ്രി ആണെങ്കിൽ മാക്സിമം മോട്ടിവേഷൻ കൊടുക്കുന്നുണ്ട്. ഇനി എന്താണെങ്കിലും 2 ദിവസം കൂടിയുള്ളല്ലോ, നമുക്ക് കാത്തിരുന്ന് കാണാം ഈ മോട്ടിവേഷനൊക്കെ ബലിക്കുമോ ഇല്ലയോ എന്ന്.